PSC പഠിച്ചു തുടങ്ങുന്ന ഏതൊരു കുട്ടിയുടെയും വലിയൊരു സംശയമാണ് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കുമെന്നുള്ളത്. മറ്റു സബ്ജക്റ്റുകളെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു പാല് കയറാൻ മലയായിട്ടും പല കുട്ടികളും പറയുന്നുണ്ട്. അപ്പോൾ സാറേ, നമ്മുടെ കുട്ടികൾക്കിടയിൽ വരുന്ന വലിയൊരു സംശയമാണ് ഈ നമ്മുടെ PSC ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിനെ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം? അതിനെന്തെങ്കിലും ട്രിക്കുകളോ എന്തെങ്കിലും ഉണ്ടോ? മിസ്സേ, നമുക്കിപ്പോൾ നിലവിൽ PSC പഠിക്കുന്ന കുട്ടികളെ അവരെ നോക്കുകയാണെങ്കിൽ അവർ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. PSC എന്ന് പറയുന്നത് PSCയിലെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന മേഖല വളരെ പാടുള്ള ഒരു മേഖലയാണ്. സാധാരണ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നതിന്റെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് അവർ പത്രങ്ങൾ വായിക്കാറില്ല എന്നതാണ്. കാരണം നമ്മൾ PSCയിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു കറണ്ട് അഫയേഴ്സിന് വളരെയധികം ഒരു പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ LTC വരുന്ന LTCയിൽ 20ഓളം ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ അതെങ്ങനെ പഠിക്കും? അതാണ് ആദ്യത്തെ ചോദ്യം. എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളിൽ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. പത്രങ്ങൾ വായിക്കുക എന്ന ഒരു ഹാബിറ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പത്രങ്ങൾ വായിച്ചാൽ മാത്രം പോരാ, പത്രങ്ങളിൽ നിന്ന് വേണ്ടത് മാത്രം നമ്മൾ പഠിക്കുക, എഴുതുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു പത്രം വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രാദേശിക വാർത്തകളുണ്ട്. അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേണ്ട കണ്ടന്റുകൾ മാത്രം, ആനുകാലിക ചോദ്യങ്ങളുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വേണ്ട കണ്ടന്റുകൾ മാത്രം നമ്മൾ എഴുതി വെക്കുക. കൂടാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്കിലി അല്ല അതെടുത്ത് വായിക്കുക, മന്ത്ലി അതെടുത്ത് വായിക്കുക. അങ്ങനെ വായിച്ച് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് വേണം നമ്മൾ കറണ്ട് അഫയേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കാനുള്ളത്. സോ നിങ്ങൾ കൺസിസ്റ്റൻസി അത് ഉണ്ടാക്കുക. പഠിക്കുന്ന കണ്ടന്റുകൾ കൃത്യമായി എഴുതുക, എഴുതുന്ന കണ്ടന്റുകൾ കൃത്യമായി വായിക്കുക, അതിനെ റിവിഷൻ ചെയ്യുക. സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതൊരു ഹാബിറ്റ് ആക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മിസ്സേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് പൊതുവേ വരുന്ന ഒരു കമന്റ് ആണ് കറണ്ട് അഫയേഴ്സ് എത്ര വർഷത്തെ പഠിക്കണം? ഇപ്പൊ നമുക്കിപ്പോൾ LDC ഒരു ടാർഗറ്റ് ആയിട്ട് വെക്കുവാണെങ്കിൽ തന്നെ എത്ര വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? അത് പഠിച്ചെടുക്കാനായിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കറണ്ട് അഫയേഴ്സ് ഇപ്പം നമ്മുടെ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച് വേണം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട്. അങ്ങനെ നോക്കുമ്പം നമുക്കിപ്പം കാണാം 2021 എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയത് ആർക്ക് എന്നൊരു ചോദ്യം ഇപ്പോൾ വന്നിരുന്നു. അത് വരാനുള്ള കാര്യം അവിടെ P. വത്സല മരിച്ചതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ഒരു അന്തരിച്ച ഒരു ന്യൂസ് വന്നതുകൊണ്ടാണ് 2021 എന്ന് പറയുന്ന എഴുത്തച്ഛൻ അവാർഡ് അവിടെ ചോദിച്ചത്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതേ കണക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകൾ, ഓബിറ്ററീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് ബാക്കിലോട്ടെടുത്ത് നോക്കണം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഏഷ്യൻ ഗെയിംസ് എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഈ വർഷത്തെ മാത്രം നോക്കിയാൽ പോരാ, അത് കുറച്ച് ബാക്കിലോട്ട് നോക്കണം. നോബൽ പ്രൈസ് ബാക്കിലോട്ട് നോക്കണം. അങ്ങനെ ഹോട്ട് ടോപ്പിക്കായിട്ട് വരാൻ സാധ്യതയുള്ളതെല്ലാം നമ്മൾ കുറച്ച് 2021, 22, 23 നോക്കേണ്ടി വരും. അല്ലാതെ നമ്മുടെ സാധാ കറണ്ട് അഫയേഴ്സ് 2023 തന്നെ നോക്കിയാൽ മതിയാവും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് ട്രെൻഡ് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കിയെടുക്കണം. അതാണ് അതിനകത്ത് വരുന്നൊരു കാര്യം. അപ്പോൾ നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞു GK ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമ്മൾ GK ചെയ്യും പോലെ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ പരീക്ഷയ്ക്ക്? അങ്ങനെ ഉറപ്പായിട്ടും അതൊരു ഗുണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പത്രങ്ങൾ വായിക്കുക എന്നതാണ്. പത്രങ്ങളിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുക. സോ അത് നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ PSCയുടെ ഒരു 5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിക്കുക. കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ ലെവലിലാണ് ചോദിച്ചത്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദിച്ചത്, അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്തിടെ നടന്ന PSCയുടെ ചോദ്യങ്ങളെടുത്ത് ട്രെൻഡുകൾ മാറ്റമുണ്ട്. നമ്മൾ തന്നെ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട പുതിയൊരു ചോദ്യം വന്നായിരുന്നു. അതെ, പേലോഡ്. ഈ ഒരു ചന്ദ്രന്റെ പേലോഡർ ഉൾപ്പെടാത്തത് ഏത്, അല്ലെ? അതായത് നമ്മുടെ വിക്രം ലാൻഡർ ഉൾപ്പെടാത്ത പേലോഡർ ഏത്? സോ അങ്ങനെ ഒരു ചോദ്യം PSC ഇതുവരെ ചോദിച്ചിട്ടില്ലായിരുന്നു. അടുത്തിടെ നടന്ന ഒരു PSCയിലാണ് ചോദിച്ചത്. സോ ട്രെൻഡ് മാറി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒബ്വിച്വറി മുന്നേ ചോദിച്ചിരുന്നത് അടുത്തിടെ അന്തരിച്ച വ്യക്തികളുടെ പേര് തന്നിട്ട് ഇവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, അങ്ങനെയാണ് ചോദിച്ചിരുന്നത്. പക്ഷെ അടുത്തിടെ നടന്ന ഒരു എക്സാമിൽ നമ്മുടെ വെള്ളയാണി അർജുൻ അന്തരിച്ച സമയത്ത്, അത് കഴിഞ്ഞ 2 മാസം കഴിഞ്ഞ ഒരു എക്സാമിൽ ചോദിച്ചു ഇദ്ദേഹത്തിന് പത്മ അവാർഡ് കിട്ടിയ വർഷം. അതൊരു റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് തന്നിരുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിച്ചു. സോ PSC ട്രെൻഡ് മാറുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ആരും ചെയ്യാത്തൊരു ഞാൻ കണ്ടുവരുന്നത് PSCയിൽ എല്ലാവരും കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട്, പക്ഷേ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് പഠിക്കുന്നില്ല. ട്രെൻഡിന്റെ ആ ഒരു മാറ്റം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ പഠിത്തം
മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതെ, ഇപ്പൊ നമുക്ക് ഫാത്തിമ ബീവി, ഇപ്പൊ നമുക്ക് സാധാരണയായിട്ട് അന്തരിച്ചവരെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ അവർ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇപ്പോൾ ഫാത്തിമ ബീവി അന്തരിച്ചതിന് ശേഷം, ലതാ മങ്കേഷ്കർ അന്തരിച്ചതിന് ശേഷം അവർ അന്തരിച്ച ഡേറ്റ് കറക്റ്റ് ആയിട്ട്, അതുപോലെ നമ്മുടെ TN ശേഷൻ അദ്ദേഹം അന്തരിച്ച ഡേറ്റും കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ മിസ്സേ, ഹോട്ട് ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കറണ്ട് അഫയേഴ്സിലെ ഏതൊക്കെ ഭാഗങ്ങളാണ്? അതായത് നമുക്ക് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്ന കാര്യമാണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പലപ്പോഴും ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഹോട്ട് ടോപ്പിക് കൊടുക്കാനായിട്ട് പറ്റും, അതായത് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മേഖലകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? അത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. നമ്മൾ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 2023-24 ചെയ്യുമ്പോൾ തന്നെ കുറേ ക്വസ്റ്റ്യൻസിൽ G20 റിപ്പീറ്റ് ആയിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഹോട്ട് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളത് പഠിക്കുമ്പോൾ കുറച്ച് ആഴത്തിൽ തന്നെ പഠിക്കണം. അപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ പോലും പിള്ളേർ ചോദിക്കുന്നുണ്ട് ഇത്ര ആഴത്തിൽ പഠിക്കണോ. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ അറിയാം അത്രയും ആഴത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അത്രയും നല്ല രീതിയിൽ അതിൻ്റെ ബേസ് തന്നെ പഠിച്ചാലേ കിട്ടത്തുള്ളൂ. അല്ലാതെ ജസ്റ്റ് എന്നാണ് ഏതാണ് അതൊക്കെ പണ്ടത്തെ PSC ആയിരുന്നു. ഇപ്പം ട്രെൻഡ് മാറിയത് നമ്മൾ അറിയുന്നത് ഈ ക്വസ്റ്റ്യൻസിലൂടെ തന്നെയാണ്. അങ്ങനെ ചെയ്ത് വരുന്ന ഒരാൾക്ക് എത്രത്തോളം ആഴത്തിൽ PSC ചോദിക്കുമെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ G20 അത് കണക്ക് നോബൽ പ്രൈസ്, ഏഷ്യൻ ഗെയിംസ് ചോദിക്കും. അതുപോലെ ഇപ്പം മരിച്ച ആൾക്കാർ മാത്രമല്ല, ഈ വാർഷികങ്ങൾ, ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ റിനേസൻസ്, എല്ലാവരും വിചാരിക്കും അത് GK ഫാക്റ്റ് ആണ്. പക്ഷേ അത് വാർഷികമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്താണ് ഇപ്പോൾ ചോദിക്കുന്നത്. സ്റ്റാറ്റിക് GK ആയിട്ട് നമുക്ക് വരുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതൊരു 2022 ലാസ്റ്റ് തൊട്ടുള്ളൊരു ട്രെൻഡാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അപ്പം നമ്മൾ അത് പഠിക്കുമ്പം ഈ വാർഷികങ്ങളിലൂടെ നോക്കണം. അതുപോലെ തന്നെ വേൾഡ് ഓർഗനൈസേഷൻ, അത് ചുമ്മാ എല്ലാം ഒന്നും പഠിക്കണ്ട, അതും ഇതേ കണക്ക് വാർഷികങ്ങൾ അല്ലെങ്കിൽ റീസെൻറ്റ് സമകാലീന പ്രാധാന്യമുള്ള ഏറ്റവും കൂടുതൽ പത്രങ്ങളിൽ വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവിടെയും കയറി വരുന്നത്. പിന്നെ ഇതേ കണക്ക് ഓബിറ്ററീസ് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരുടെ പഴയ കറണ്ട് അഫയേഴ്സും കയറി വരും. അത് പക്ഷേ ഈ റീസെൻറ്റ് മരിച്ച ആളുടെ പഴയ കറണ്ട് അഫയേഴ്സുകളാണ് കയറി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹരിത വിപ്ലവം MS സ്വാമിനാഥൻ മരിച്ചതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അത് വരുന്നത്. അതും നല്ല ആഴത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. ചിലതിൻ്റെ ലക്ഷ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഇപ്പം സ്പേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കത് അറിയണമെങ്കിൽ നമ്മൾ അത്രയും ആഴത്തിൽ തന്നെ പഠിക്കണം. അവിടെയാണ് എനിക്കൊരു ഓർമ്മ വന്നത് മനസ്സിലായി. അപ്പോൾ അതായത് കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞു, പത്രങ്ങൾ വായിക്കണം, പത്രങ്ങൾ മാത്രം വായിച്ചാൽ മതി. ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ പത്രം മാത്രം വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പത്രം വായിക്കണം? അപ്പോൾ ഞാൻ പറയുന്നു, ഒരു പത്രം വായിക്കുക, ഒരു പത്രം വ്യക്തമായിട്ട് വായിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ഓൺ സൈറ്റുകൾ കൂടി പരിശോധിക്കുക. മിസ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ചന്ദ്രയാൻ 3 ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് റീസെന്റ് നടന്ന ചോദ്യം എവിടെ നിന്നായി ഒരു ചോദ്യം കിട്ടി? കുട്ടികൾ ചോദിച്ചു, സാർ ഇത് എവിടെ നിന്നായി ഒരു ചോദ്യം വന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ അല്ലെങ്കിൽ ISROയുടെ ഓൺ സൈറ്റ് എന്നുള്ള ചോദ്യമാണ്. അവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ചന്ദ്രയാൻ 3 എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ തന്നെ ക്ലാസ്സുകളിൽ ഡെയിലി കറണ്ട് അഫയേഴ്സിലും നമ്മൾ യൂട്യൂബിൽ ചെയ്ത ക്ലാസ്സിലും കുട്ടികൾക്ക് ഈ ഒരു എക്സാമിന് മുന്നേ നമ്മൾ ഇത് അവരെ പരിചയപ്പെടുത്തിയത് അതേ കണക്ക് ചോദിച്ചു. സോ നിങ്ങളും കുട്ടികളും ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഓൺ സൈറ്റുകളൊന്ന് പരിശോധിക്കുക. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം G20 ഈ ഒരു 2023 നടന്നത് ഇന്ത്യയിൽ വെച്ചാണ്. സോ ഇന്ത്യയിൽ വെച്ച് നടന്നത് കൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. സോ നമ്മൾ ആ സൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ സൈറ്റിൽ കാണാൻ കഴിയും ഇവിടെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ട് വന്ന മറ്റു രാജ്യങ്ങളിലെ നേതാക്കന്മാരാണ്. സോ അവിടെ നിന്നാണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇറ്റലിയുടെ പ്രസിഡന്റ് ആര്, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആര്, ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ ആര്, പ്രസിഡന്റ് ആര്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന ഓൺ സൈറ്റിൽ ഇവരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ PSC ആ ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കും. അല്ലെങ്കിൽ ഫ്രാൻസിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായിട്ട് എത്തിയത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. സോ അവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക, അദ്ദേഹം ഇവിടെ വന്നു, ഇന്ത്യയിലോട്ട് വന്നു, അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ ഓസ്ട്രേലിയയിലായാലും മറ്റ് രാജ്യങ്ങളിലായാലും പോകുന്നുണ്ട്. സോ അവിടുത്തെ ആ രാജ്യത്തെ പ്രസിഡന്റിൻ്റെയും പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ പേര് പഠിക്കുക. അങ്ങനെ വേണം പഠിക്കാവൂ. എല്ലാ രാജ്യങ്ങളുടെയും പ്രസിഡന്റും പ്രൈം മിനിസ്റ്റേഴ്സും പഠിക്കാൻ പോകുന്നതിനേക്കാളും ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ മറ്റ് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? മറ്റേതെങ്കിലും രാജ്യത്തിലെ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ പറഞ്ഞ പ്രസിഡന്റോ നമ്മുടെ രാജ്യത്തിൽ വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ചോദ്യങ്ങളെ സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ അതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്കാണ് കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പത്രം മാത്രം വായിച്ചാൽ പോരാ, കൂടാതെ ഓൺ സൈറ്റുകൾ കൂടി വിസിറ്റ് ചെയ്യുന്നതാണ്.
ഓൺ സൈറ്റിൽ പറയുന്ന ഡേറ്റാസ് കൂടി പഠിക്കാൻ ശ്രമിക്കുക. അവിടെ നിന്നും ചോദ്യങ്ങൾ ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ സ്പോർട്സ് എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സ് തന്നെ, കായികം എന്ന് പറയുന്ന ഒരു മേഖല കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അവർക്ക് പഠിച്ചെടുക്കാനായിട്ട് പലരുടെയും പേരുകളൊക്കെ കുറച്ച് പാടായിട്ട് വരുന്നുണ്ട്. അപ്പം കായിക മേഖലയിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് വേദികളല്ലേ. അതായത് നമുക്കിപ്പോ ഒരു 2018 മുതലുള്ള വേദികൾ, ഇപ്പൊ ഏഷ്യൻ ഗെയിംസ് ആണെങ്കിൽ പോലും 2023 ഏഷ്യൻ ഗെയിംസ് നടന്നു, പക്ഷെ 2018 ഇതും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സ്പോർട്സിന്റെ ആ ഒരു മേഖലയാണ് കൂടുതലും. അതുപോലെ തന്നെ വിന്നേഴ്സ് ആണ് കൂടുതലും കായിക മേഖല ചോദിക്കുന്നത് അല്ലെ. അതായത് ഏഷ്യ കപ്പ് വിന്നേഴ്സ് ആരാണ്, അതുപോലെ തന്നെ നമുക്കിപ്പോ ഇനിയിപ്പോ ഇന്ത്യ ഏതെങ്കിലും ഒക്കെ ഈവന്റിൽ വിജയികളായിട്ടുണ്ടെങ്കിൽ അത് ആ ഈവന്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ചോദിക്കാൻ ചാൻസ്. ഇന്ത്യയുടെ നേട്ടങ്ങൾ ചോദിക്കും. ഏഷ്യൻ ഗെയിംസിൽ അത് വന്നു ചോദിച്ചു. നേട്ടങ്ങളിൽ ഇപ്പൊ സ്വർണം കിട്ടാത്തത് ഏത് ആഴത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ചന്ദ്രയാൻ 3 ഇന്ത്യ നേടിയ ആ ഒരു വലിയ അച്ചീവ്മെന്റ്, അതുകൊണ്ടാണ് അത്ര ആഴത്തിൽ പേലോഡിനെ കുറിച്ച് ചോദിച്ചത് അല്ലെ. അപ്പൊ ശരിക്കും നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലെ, കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതായത് എന്ത് പഠിക്കണ്ട എന്ന് നമ്മൾ ആദ്യം അറിയണം അല്ലെ. അറിയണമെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ക്വസ്റ്റ്യൻ വായിക്കുക, പത്രം വായിക്കുക. നമുക്ക് അറിയാലോ നമ്മുടെ PSCയുടെ സിലബസ്. ആ സിലബസ് വെച്ചിട്ട് നമ്മുടെ പത്രത്തിനെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ അനലൈസ് ചെയ്യുമ്പം ഇത് നമ്മുടെ ഈ ടോപ്പിക്കിനകത്ത് വരുന്നതാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ പഠിക്കണം. ഇതിലൊന്നും ഉൾപ്പെടാത്തയാണെങ്കിൽ നമുക്കത് വെറുതെ സമയം കളയത്തേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. നമുക്ക് ആവശ്യമുള്ള സിലബസിലുള്ളത്, നമ്മുടെ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്നത് അത് മനസ്സിലാക്കി ആ ഒരു ട്രെൻഡ് അനുസരിച്ച് തന്നെ പഠിക്കുക. അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ കാട് കയറി UPSC ലെവലിൽ ഭയങ്കര ഹൈ ലെവലിലൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് PSCക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് നമ്മൾ അറിയുന്നത് റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ ഓർത്ത് വെക്കും, ഇത്രയും കറണ്ട് അഫയേഴ്സ് പഠിക്കണം, അപ്പം എങ്ങനെ ഓർത്ത് വെക്കണം. ചിലതൊക്കെ നമ്മൾ ഈ മിസ് പറഞ്ഞ വേദികൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് വിന്നേഴ്സ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊരു ചെറിയ ടിപ്സ്, എന്തെങ്കിലും കോഡുകളോ കണക്ഷൻസോ വഴി കണക്ട് ചെയ്ത് വെച്ചാൽ എക്സാം ഹാളിൽ നമുക്കത് ഓർമ്മ വരും. അപ്പം അങ്ങനെയൊക്കെ ചെറിയ സൂത്രങ്ങളൊക്കെ അവിടെ പ്രയോഗിക്കാം. അല്ലാതെ എല്ലാത്തിനും കോഡൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇതേ കണക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരും, ഇത് ഉറപ്പായിട്ട് ചോദിക്കും എന്ന് പറയുന്ന ടോപ്പിക്കുകൾ നമ്മൾ കോഡ് കണക്ഷൻസ് ഒക്കെ വെച്ച് ഓർത്ത് വെച്ചാൽ നമുക്ക് എക്സാമിനും അത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഏതെങ്കിലും സാഹിത്യകാരന്മാരൊക്കെ അന്തരിക്കുമ്പോൾ അവരുടെ കൃതികൾ അല്ലെ, ഇപ്പൊ P. വത്സല അന്തരിച്ചതിന് ശേഷം P. വത്സലയുടെ കൃതികൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ മറ്റൊരു ഡൗട്ടാണ് PSC ബുള്ളറ്റിൻ നിന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠനത്തിൽ എന്തുമാത്രം പ്രസക്തമാണ്, അതായത് പഠിക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. നമുക്ക് ന്യൂസ് പേപ്പേഴ്സ് അല്ലാതെ PSC ബുള്ളറ്റിൻ അഡീഷണൽ ആയിട്ട് നമുക്ക് നമ്മുടെ ആനുകാലിക പഠനത്തിൽ ചേർക്കേണ്ടതുണ്ടോ? ഇതൊരു ചോദ്യമാണ് എപ്പോഴും കുട്ടികൾക്ക്. മിസ്സേ, ഇത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. സാറേ PSC ബുള്ളറ്റിൻ മാത്രം വായിച്ചാൽ മതി, പത്രം വായിക്കേണ്ട, നമുക്ക് PSC ബുള്ളറ്റിൻ മാത്രം വായിച്ചാൽ പോയി. PSC ബുള്ളറ്റിൻ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അടുത്തിടെ PSC എക്സാംസിന് ചോദിച്ചായിരുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ ആ ഒരു വീക്ക് പഠിക്കുന്ന സമയത്ത് ആ വീക്കിൽ അല്ലെങ്കിൽ ആ അടുത്ത വരുന്ന ബുള്ളറ്റിൻ പേപ്പർ അല്ലെങ്കിൽ PSCയുടെ ബുള്ളറ്റിൻ പരിശോധിക്കുകയാണെങ്കിൽ അതേ പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. സോ ബുള്ളറ്റിൻ എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതൊരു റിവിഷന് വേണ്ടി. നമ്മൾ പഠിച്ച കണ്ടന്റുകളൊക്കെ വേറൊരു സൈഡിൽ നമ്മൾ ഒന്നും കൂടെ കാണുമ്പോൾ അതൊരു റിവിഷനായിട്ട് മാറും. റിവിഷൻ വലിയൊരു സംഭവമാണ്. PSCയെ സംബന്ധിച്ചോളം റിവിഷനാണ്. സോ നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം കണ്ടന്റ് നമ്മുടെ മനസ്സിലോട്ട് പതിയുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് 4 ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാതെ ആൻസേഴ്സിലോട്ട് എത്താൻ കഴിയുന്നത് റിവിഷൻ തന്നെയാണ്. സോ മറ്റ് സബ്ജക്റ്റ് പഠിക്കുന്നത് പോലെ തന്നെ ഈ ഒരു കറണ്ട് അഫയേഴ്സിന് എന്ത് ചെയ്യുക, റിവിഷന് കൂടുതൽ പ്രാധാന്യം നൽകുക. കാരണം ഇത് സ്റ്റാറ്റിക് അല്ല, ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇതിന് റിവിഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മിസ് നേരത്തെ എത്ര വർഷത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം? സാധാരണയായിട്ട് 3 വർഷത്തോളമുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. റീസെന്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നൊബേൽ പ്രൈസ് സാധാരണ 2023, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 2023. പക്ഷേ ഇടക്കാലത്ത് ചോദിച്ച ഒരു PSC എക്സാം 2021 ചോദിച്ചു. സോ നമ്മൾ 2021, 22 പഠിക്കണം. പക്ഷേ 23 കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സോ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്നത്. സോ ആ ലെവലിലോട്ട് നമ്മുടെ പഠനം കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ കൺസിസ്റ്റൻസി ഉണ്ടാകും. കുട്ടികളുടെ എപ്പോഴും ഇല്ലാത്തൊരു പ്രശ്നം കൺസിസ്റ്റൻസിയാണ്. അവർ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കറണ്ട് അഫയേഴ്സ് നോക്കും, 3ന്റെ അന്ന് കറണ്ട് അഫയേഴ്സ് നോക്കത്തില്ല. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടത്തില്ല. കുട്ടികൾ ചെയ്യുന്നത് എക്സാമിന് തലേ ദിവസം മാത്രം ഒരു ഏതെങ്കിലും ഒരു മാഗസീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷനോ ബുക്സ് എടുത്തോ അതങ്ങ് പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ അവർക്ക് ഈ ഒരു 20 ചിലപ്പോൾ 2 or 3 ചോദ്യങ്ങളായിരിക്കും കിട്ടുന്നത്. പക്ഷേ മറിച്ച്
ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതി പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ 20 സ്കോർ ചെയ്യാൻ പറ്റും. വളരെ ലളിതമാണ് PSCയുടെ ഈ ഒരു കറണ്ട് അതെ, ചോദിക്കാറുണ്ട്. ഇപ്പം PSC ബുള്ളറ്റിനൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയ ക്യാപ്സൂൾ കണക്കാണ് വരുന്നത്. അതുപോലെ ആയിരിക്കില്ല PSC എക്സാമിന് വരുന്നത്. കുറച്ചുകൂടെ ആഴത്തി കാണണം. നമ്മൾ പഠിച്ചത് ഒരു റിവിഷൻ, ആ ഒരു റിവിഷൻ കറക്റ്റാണ്. സാറ് പറഞ്ഞ കറക്റ്റാണ്. നമ്മളിപ്പം ഡെയിലി പത്രം വായിച്ചു പോകുമ്പം നമ്മൾ എക്സാം ആകുമ്പോൾ മറന്നു പോകും. അപ്പം നമ്മൾ ഈ വീക്കിലി ആഴ്ചയിലൊരിക്കലും തൊഴിൽ വാർത്ത, തൊഴിൽ വീതി കണക്കുള്ള മാഗസീൻസിനകത്ത് റിവിഷൻ വരും. അപ്പം നമ്മൾ അത് വായിച്ചു പോകുമ്പോൾ പഴയ ഒരു കണ്ടന്റ് എല്ലാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ 15 ദിവസം കൂടുമ്പോഴാണ് PSC ബുള്ളറ്റിൻ വരുന്നത്. അപ്പം നമ്മൾ ഇത്രയും ഈ 15 ദിവസം പഠിച്ചതിൻ്റെ ഒരു റിവിഷൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഈ മെറ്റീരിയൽസിനെ എല്ലാം യൂസ് ചെയ്യണം. ഇത് കറക്റ്റായിട്ട് റിവിഷനായിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ ഇപ്പം ഞാനാണെങ്കിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ മാക്സിമം പത്രം ഉൾപ്പെടുത്താറുണ്ട് അതിനകത്ത്. ഇപ്പം മിസ്സും സാറും ആണെങ്കിൽ വീക്കിലി ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും വീക്കിലി റിവിഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആപ്പിൽ റെക്കോർഡ് ക്ലാസ്സും ചെയ്യുന്നുണ്ട്. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് പഠനത്തിലേക്ക്, അതായത് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീക്കിലി അല്ലാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഈ ആപ്പിലുള്ള ക്ലാസ്സുകളാണ് അല്ലേ? നമുക്ക് നമ്മുടെ യൂട്യൂബിൽ എന്നും മിസ് അരിച്ചു പെറുക്കി ക്ലാസ് എടുക്കുന്നുണ്ട്, ന്യൂസ് പേപ്പർ. അതിന്റെ ഒരു ചെറിയ രൂപം എന്ന രൂപത്തിൽ വീക്കിലി നമ്മൾ രണ്ടുപേരും വരുന്നുണ്ട്. അതുകൂടാതെ ഇത് രണ്ടും കാണാൻ സമയമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ആപ്പിലേക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? മാത്രമല്ല ആപ്പിനകത്ത് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. നമ്മൾ ഈ കാണുന്ന വീഡിയോ ചോദ്യങ്ങളോ അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ, കറണ്ട് അഫയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാം നിങ്ങൾക്ക് എൻട്രി ആപ്പിലുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി.